എറണാകുളം തമ്മനത്ത് പൊട്ടിയ ജലവിതരണ പൈപ്പ് പുനഃസ്ഥാപിക്കുന്നു. അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നതിൻ്റെ പുറകെ കാര്യം സംസ്കാര ജംഗ്ഷൻ മുതൽ അനന്തപുരം ക്ഷേത്രം വരെയുള്ള സ്ഥലത്ത് പഴയ പ്രീമോ പൈപ്പ് തന്നെയാണ് കിടക്കുന്നത്. ആ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മാറ്റി സ്ഥാപിക്കാനുള്ള ഈ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്, അങ്ങനെ സത്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ധ്രുവങ്ങളിലേക്ക് പൈപ്പ് വിട്ടുകൊണ്ട് പുതിയ രീതിയിൽ അത് മാറ്റം വരുത്തി ഈ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ജോലിയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു, വർക്കെടുത്തു, കരാറുകാരനായി, എല്ലാം ആയി. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ നടക്കുന്നില്ല. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, എന്തായാലും ആശ്വാസം അല്ലേ? തീർച്ചയായും ഭവ്യ, 16 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ഇത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയൊരു ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടത്. അത്ര വലിയ ഒരു ഫോഴ്സിലായിരുന്നു ഈ വെള്ളം പുറത്തേക്ക് വന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് വലിയൊരു കുഴി രൂപപ്പെട്ടതും. ഈ കാണുന്ന ഈ പൈപ്പാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്, മാറ്റിയത്. ഇവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ഒരു 55 വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു. ഈ തമ്മനം ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഈ പൈപ്പ് പൊട്ടുന്നത് അടിക്കടി ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്നതും പിന്നീട് ഈ കരാറുകാരെത്തി ഇവിടെ പണി നടത്തുന്നതും ഒക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു. എന്തായാലും ഈ ഒരു പൈപ്പ് പൂർണ്ണമായും മാറ്റണം എന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാരും ഉന്നയിക്കുന്നത്. കരാറുകാരനോ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പൈപ്പിൻ്റെ കാലപ്പഴക്കമാണ് ഇത്ര വേഗത്തിൽ ഇങ്ങനെ പൊട്ടുന്നതിനും ജലവിതരണം തടസ്സപ്പെടുന്നതിനുമൊക്കെ കാരണം. വാട്ടർ അതോറിറ്റി ഒരു പുതിയൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കരാറ് പണി തുടങ്ങിയിട്ടില്ല, അത് പാതി വഴിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു വാട്ടർ അതോറിറ്റി കുറച്ചുകൂടിയൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു പണി എത്രയും വേഗം പൂർത്തിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അടിക്കടി വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇനി ഉള്ള അടുത്ത പണി ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും PWD ഉദ്യോഗസ്ഥരേക്ക് ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെത്തി ഈ റോഡ് പഴയ രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ കൂടി നടത്തണം. അത് കഴിഞ്ഞാൽ ഇവിടേക്കുള്ള ഗതാഗതവും പുനഃസ്ഥാപിക്കും. എന്തായാലും ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ പൈപ്പ് പൊട്ടിയത്. ബാക്കിയുണ്ടായിരുന്ന, അതായത് ടാങ്കുകളിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഇന്ന് രാവിലെ വരെ കഴിഞ്ഞത്. എന്തായാലും എത്രയും വേഗം ഈ ഒരു പൈപ്പ് പുനഃസ്ഥാപിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, കുടിവെള്ളക്ഷാമത്തിലേക്ക് ഈ ജനത പോവാതിരുന്നതും എന്നുള്ളതും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഭവ്യ, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി.